ഇവിടെ സാലറി സ്കെയിൽ 39,383,000 ആണ് ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പം അടുത്താണ് നമ്മുടെ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കടന്നു വന്നത് ഈ അടുത്താണ്. സോ പുതുതായിട്ട് ഡിഗ്രി ലെവലിൽ വന്നിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് അസിസ്റ്റന്റ് മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കേരള ബാങ്കിൽ വന്നിട്ടുള്ള നിയമനം എന്ന് പറയുന്നത്. സാലറി സ്കെയിൽ ബേസിക് 45,600 രൂപ മുതൽ 95,600 രൂപ വരെയാണ്. എല്ലാ ഡിഗ്രിക്കാർക്കും ഏത് ഡിഗ്രി ആയിക്കോട്ടെ, BA, BCom, BSc, അതേപോലെ തന്നെ ഡിഗ്രി യോഗ്യതയിൽ എന്തെല്ലാം PSC പോസ്റ്റുകളുണ്ട്, ഒരു ഡിഗ്രി നമുക്കുണ്ട് എങ്കിൽ എന്തെല്ലാം പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളും അതേപോലെ തന്നെ പരീക്ഷകൾക്കുള്ള കണ്ടന്റുകളും എല്ലാം തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. സോ അതിന് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. PSCയുടെ ഡിഗ്രി ലെവലിലെ പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും പ്രധാന പോസ്റ്റിലാണ് ഞാൻ പറയുന്നത്. സോ ഞാനിവിടെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ പോസ്റ്റുകളെ ഒരു 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ കോമൺ പോസ്റ്റുകളാണ്. അതായത് എല്ലാ ഡിഗ്രിക്കാർക്കും ഏത് ഡിഗ്രി ആയിക്കോട്ടെ, BA, BCom, BSc, അതേപോലെ തന്നെ മറ്റേ ബിടെക്കാരായിക്കോട്ടെ, എനി ഡിഗ്രി കയ്യിലുള്ള വിദ്യാർത്ഥികൾ, എനി ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ UGC അപ്രൂവലായിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചോട്ടെ അല്ലാതെ പഠിച്ചോട്ടെ, എനിവേ എന്തായിരുന്നാലും അവിടെ നമുക്ക് UGC അപ്രൂവലായിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അത്തരത്തിൽ ഡിഗ്രി പാസ്സായവർക്ക് ഒരിക്കലും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു PSC നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഡിഗ്രി പാസ്സായിരിക്കണം. അങ്ങനെ ഡിഗ്രി പാസ്സാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ, കോമൺ പോസ്റ്റുകൾ ഒന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സബ്ജക്റ്റ് സ്പെസിഫിക് പോസ്റ്റുകളാണ്. അതായത് ചിലപ്പോൾ ചില തസ്തികകളിലേക്ക് എല്ലാ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ, ഫിസിക്സ് മാത്രം പഠിച്ചവർക്ക്, BSc ഫിസിക്സ് പഠിച്ചവർക്ക്, അല്ലെങ്കിൽ BSc കെമിസ്ട്രി പഠിച്ചവർക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ലോസ്, നമ്മുടെ നിയമത്തിൽ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ യൂണിഫോംഡ് പോസ്റ്റുകളുണ്ട്. പിന്നെ അതേപോലെ നമുക്കറിയാം BA ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള KS ഉണ്ട്. അപ്പോൾ ഇതായിട്ട് ഈ ഒരു 4 നമ്മുടെ ഡിഗ്രി പോസ്റ്റുകളെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കാര്യത്തിലേക്ക് കടക്കാം, ഓരോ പോസ്റ്റിലേക്ക് പോകാം. സോ നമ്മൾ ആദ്യം പോകുന്നത് കോമൺ പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഏതൊരു ഡിഗ്രി കയ്യിലുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നിങ്ങൾ നോക്കിക്കേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LSGI സെക്രട്ടറിയാണ്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെക്രട്ടറിയാണ്. ദേ നോട്ടിഫിക്കേഷൻ പടിവാതിൽക്ക് നിൽക്കുകയാണ്. ഡിസംബർ 31 തീയതി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. ഡിഗ്രി തലത്തിൽ നല്ല തുടക്കം തന്നെ ഉയർന്ന പൊസിഷനിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ് LSGI സെക്രട്ടറി എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. രണ്ടാമത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ ആണ്. മൂന്നാമത്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. നാലാമത്തത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. അഞ്ചാമത്തത് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആണ്. ആറാമത്തത് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില പോസ്റ്റുകൾ. ഇനിയും ചില റയർ പോസ്റ്റുകളുണ്ട്, ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറയപ്പെട്ട 6 പോസ്റ്റുകളിലും നമ്മുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18-36 വയസ്സാണ്. എന്നാൽ ഇവിടെ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ പ്രായത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ അപ്പോൾ ഇതിൽ ബാക്കിയുള്ള 5 എണ്ണത്തിൻ്റെയും കോമൺ പ്രായം എന്ന് പറയുന്നത് 18-36 വയസ്സാണ്. നമുക്കറിയാം എപ്പോഴും യൂണിഫോം പോസ്റ്റുകളുടെ പ്രായപരിധി എപ്പോഴും കുറവായിരിക്കും. നോർമൽ അല്ലാത്തതിലെല്ലാം നമ്മുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18-36 വയസ്സാണ് ജനറൽ കാറ്റഗറിക്കാർക്ക് കേട്ടോ. ഇനി OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ വയസ്സിളവുണ്ട്. 39 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 41 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഓരോ പോസ്റ്റിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാനായിട്ട് തയ്യാറെടുക്കാം. നമ്മളിനി ആദ്യം പോകുന്നത് നമ്മുടെ സെക്രട്ടറി എന്ന് പറഞ്ഞ ആ ഒരു പോസ്റ്റിലേക്കാണ്. അതായത് LSGI സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെക്രട്ടറിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. കുറേയധികം വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ LSGI സെക്രട്ടറി LSGI എന്ന് പറയുന്ന പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് വെവ്വേറെ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരാറുണ്ടായിരുന്നത്. അങ്ങനെയാണ് നിയമനം നടക്കാറുണ്ടായിരുന്നത്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ 2007 2009 2014 ആയിട്ട് വന്നതാണ്. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നീണ്ടൊരു വർഷക്കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലേക്ക് ഒരു നിയമനം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അത് നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 തീയതി വരാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ഇത് ഒരു ഗസറ്റഡ് പോസ്റ്റാണ്. നമ്മൾ ആദ്യമേ നമ്മൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് കയറി ചെല്ലുന്നത് ഗസറ്റഡ് പോസ്റ്റിലേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഡയറക്റ്റ് നമ്മൾ ചെല്ലുന്നത് ഗസറ്റഡ് പോസ്റ്റിലേക്കാണ്. അവിടെ നമുക്ക് എത്രത്തോളം സർവീസിൽ ഇരുന്ന് എത്രത്തോളം മുകളിലേക്ക് പോകാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് 51,400 തുടക്ക ശമ്പളം. അത് അലവൻസ് എല്ലാം കിട്ടി വരുമ്പോൾ ഏകദേശം 60,000 രൂപ അടുത്ത് നിങ്ങൾക്ക് തുടക്കം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. പിന്നീട് 1,10,300 രൂപ വരെയാണ് നമ്മുടെ ബേസിക് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് ന്യൂ നോട്ടിഫിക്കേഷൻ 2023 ഡിസംബർ 31 വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ 18-36 വയസ്സാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 41 വരെയും OBC കാൻഡിഡേറ്റിന് 39 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മേ ബി പ്രിലിംസ് മെയിൻസ് എക്സാം ഉണ്ടാവും. അപ്പോൾ നല്ല പഠനം തന്നെ വേണം, നല്ല കട്ടയ്ക്ക് പഠിക്കണം. കാരണം PSCയുടെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളെന്ന് പറയുന്നത് അത്യാവശ്യം ടഫായിട്ട് തന്നെ പോകുന്നതാണ്. എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ പറ്റില്ല, പഠിച്ചെടുക്കാൻ പറ്റാത്തൊരു പരീക്ഷയാണ് എന്നല്ല, എന്ന് നമുക്ക് നേടാൻ കഴിയുന്നതാണ്. സോ ഇതിൻ്റെ പരീക്ഷയെ സമീപിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാകണം. നല്ല രീതിയിൽ ഇതിനെ തയ്യാറെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ മേജർ പോസ്റ്റാണ് അസിസ്റ്റന്റ് ഓഡിറ്റർ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് നമ്മൾ പൊതുവേ പറയുന്ന ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. നമ്മളെല്ലാവരും പൊതുവെ പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ വിചാരമുണ്ട്, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലാണ് ജോലി എന്ന് ചിലർ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പല വകുപ്പുകളിലേക്കാണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ കേരള PSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ്. അപ്പോൾ ഈ പറയപ്പെട്ട ഇത്രയും ഓഫീസുകളിലേക്കാണ് അല്ലെങ്കിൽ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ അസിസ്റ്റൻ്റ് ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് PSC കോമൺ ആയിട്ട് വിളിക്കുന്നത്. ഓക്കെയാണ് കൂട്ടുകാരെ. അപ്പോൾ ഇത്രയും വകുപ്പുകളിലേക്ക് വരുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻ്റ് ഓഡിറ്റർ. നമ്മൾ പൊതുവേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാലറി സ്കെയിൽ ബേസിക് 27,800. ഇത് പഴയ ബേസിക് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടെ പരിഷ്കാരം വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ളതാണ്. 27,800, 59,400 സാലറി സ്കെയിൽ വരുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2021 ഏപ്രിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പല വിദ്യാർത്ഥികളും വളരെ ആവേശത്തോടുകൂടി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. കാരണം ഇതും നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ ജോലിയിൽ പ്രവേശിച്ച് കുറഞ്ഞ പ്രായത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തേലേക്ക് പോവാണ്. ഇതും ഒരു അസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ്. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഇവിടെ സാലറി സ്കെയിൽ 39,300, 83,000 ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2022 നടന്നതേ ഉള്ളൂ. 2022 നവംബർ 30 ലാസ്റ്റ് പരീക്ഷ നടന്നത്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ യൂണിഫോം തസ്തികകളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷവും അതേപോലെ അതല്ലാത്ത ബാക്കിയുള്ള തസ്തികകളുടെ കാലാവധി 3 വർഷവുമാണ്. ഏറ്റവും കുറഞ്ഞത് 3 വർഷമാണ് കേട്ടോ. കുറഞ്ഞത് 3 വർഷമാണ്. ഇത് 1 വർഷമാണ്, ഇത് 3 വർഷമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നാലും ഇപ്പോൾ പറഞ്ഞ LSG സെക്രട്ടറി ആണെങ്കിലും അതേപോലെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ 3 വർഷ കാലാവധിയിൽ അവസാനിക്കുമ്പോഴാണ് PSC സാധാരണ ഇതിൽ എന്ത് ചെയ്യുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 2022 നവംബർ 30 ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. അവിടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ പല യൂണിവേഴ്സിറ്റി ഉണ്ടല്ലേ. കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ എന്തെല്ലാം യൂണിവേഴ്സിറ്റികളുണ്ടോ അവിടെയൊക്കെയാണ് ഈ അസിസ്റ്റൻ്റായിട്ട് ഒരു നിയമനം വരുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാൻ മറന്നുപോയി. നമ്മുടെ ഡിഗ്രി നിലവാരത്തിലുള്ള മിക്ക പരീക്ഷകളും സംസ്ഥാനതല പരീക്ഷകളാണ്, ജില്ലാതല പരീക്ഷകളല്ല. കൂടുതലും എന്ത് തന്നെയാണ്, സംസ്ഥാനതല പരീക്ഷകളാണ്, ജില്ലാതല പരീക്ഷ അല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതി നമുക്ക് ജോലി കിട്ടണം, നമ്മുടെ ജില്ലയിൽ ജോലി കിട്ടണമെന്നില്ല, നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് പുറത്തായി ചിലപ്പോൾ ജോലി കിട്ടുന്നത്. അപ്പോൾ സംസ്ഥാനതല നിയമനങ്ങളാണ് എപ്പോഴും ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് വരുന്നത്. ഓക്കെയാണേ, ഇനി അടുത്തിലേക്ക് പോവാം. അടുത്തത് ജൂനിയർ അസിസ്റ്റൻറ്റ്. പല പേരുണ്ട് കേട്ടോ. നമ്മൾ പൊതുവേ പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് നമ്മൾ പറയുന്ന തസ്തികയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പൊതുവേ എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയ്ക്ക് കുറേ പേരുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ്, ക്യാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ക്ലർക്ക് 1, അതേപോലെ തന്നെ ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ ക്ലർക്ക് എക്സെട്ര. ഇങ്ങനെയൊക്കെ പല പേരുകളിൽ ഈ ഒരു പറയുന്ന കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റിനെ പേരറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പല പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനി കോർപ്പറേഷൻ ബോർഡ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, നമ്മുടെ KSFE, അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, നമ്മുടെ KSCB, അതേപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്,
കെൽട്രോണ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, മലബാർ സിമൻറ്റ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇൻ കേരള, അതുപോലെ കെൽട്രോൺ കമ്പോണൻറ്റ് കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. നിങ്ങൾ നോക്കി, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ടാണ് PSC എന്ത് ചെയ്യുന്നത്? ഇതേപോലെ 3 വർഷം കൂടുമ്പോൾ 2 വർഷം കൂടുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വിടുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 2022 തന്നെയാണ്, ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സ്കെയിൽ ഓഫ് പേ ആസ് പെർ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കമ്പനി കോർപ്പറേഷൻ ബോർഡ് കൺസേൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ബേസ് ആയിട്ടായിരിക്കും അവിടെ നമുക്ക് സാലറി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ്. ഇവിടെ നേരത്തെ ഏജ് ലിമിറ്റൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത പോകുന്നത് ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇത്രയും പോസ്റ്റുകളും അത്യാവശ്യം നല്ലപോലെ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണെങ്കിൽ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസറിൽ ഒത്തിരി നിയമനങ്ങൾ നടക്കാറില്ല, നിയമനങ്ങൾ കുറവാണ്. പക്ഷേ അപ്പുറത്ത് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അത്യാവശ്യം നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ പറയുന്നത് നിയമനം സാധാരണ ഇതിൽ കുറവുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളയാണ്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 43,400, 91,200 രൂപയാണ് ബേസിക് സ്കെയിൽ പേ എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2022 ഫെബ്രുവരിയിൽ വരികയുണ്ടായി. ഏജ് 19-36 കേട്ടോ. നമ്മൾ നേരത്തെ 18-36 സാധാരണ ഇതിൽ പറയുന്നത്. ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് 19-36. SC/ST കാൻഡിഡേറ്റ് 41, OBC-കാർക്ക് 39 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എനി ഡിഗ്രിക്കാർക്ക്, ഏത് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ്. സാധാരണഗതിയിൽ PSCയുടെ സാധാരണ പരീക്ഷ പോലെ തന്നെയാണ് വരുന്നത്. പ്രിലിംസ് മെയിൻസ് എന്ന രീതിയിലാണ് ഇപ്പോൾ പരീക്ഷ നടക്കുന്നത്. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് മാനേജറാണ്. അസിസ്റ്റൻറ്റ് മാനേജർ നമുക്കറിയാം ഇപ്പം അടുത്താണ് നമ്മുടെ കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ കടന്നു വന്നത് ഈ അടുത്താണ്. സോ പുതുതായിട്ട് ഡിഗ്രി ലെവലിൽ വന്നിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കേരള ബാങ്കിൽ വന്നിട്ടുള്ള നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും എനി ഡിഗ്രി, നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത് നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 24,060, 69,600 ബേസിക് സാലറി എന്ന് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2023 ഒക്ടോബറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു കേട്ടോ. ഇനി ഇപ്പോഴൊന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും എപ്പോഴത്തേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവസരം കഴിഞ്ഞു പോയി. ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, പല വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയും ഏജ് ലിമിറ്റ് ഒരു വ്യത്യാസമുണ്ട്. 36 18-28 വയസ്സാണ് ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് 18-36 കാണാമെങ്കിൽ ഇവിടെ കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജറിൽ 18-28 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 18-28 എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ OBC-കാർക്ക് 31 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 33 വയസ്സുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് യൂണിഫോംഡ് പോസ്റ്റിലേക്കാണ്. ഓക്കെ, അപ്പോൾ യൂണിഫോം തസ്തികയുടെ പ്രത്യേകത 1 വർഷമാണ് അതിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 1 വർഷത്തെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് വരണം. അപ്പോൾ വീണ്ടും പരീക്ഷ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, SI ആണെങ്കിൽ ഇങ്ങനെ തുരുതുര എല്ലാ വർഷവും എക്സാം നടക്കുന്നുണ്ട് അല്ലേ. അപ്പം SIയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളൂ. അപ്പോൾ ആ 1 വർഷത്തിനുള്ളിൽ ആദ്യ റാങ്കിൽ വരുന്നവൻ ജോലി കിട്ടി, അതവൻ മാറും. അടുത്ത വീണ്ടും PSC നോട്ടിഫിക്കേഷൻ വിടും, വീണ്ടും പരീക്ഷ നടക്കും, ലിസ്റ്റ് വരും. ഇതിങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റതിൽ നിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. മറ്റേതൊക്കെ നമ്മൾ കണ്ടതൊക്കെ ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രം നമുക്ക് മതിയെങ്കിൽ നമ്മൾ യൂണിഫോം തസ്തികകളിലേക്ക് വരുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവണം, ഫിസിക്കൽ യോഗ്യത കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഹൈറ്റ് ഉണ്ടാവും, അതുപോലെ ചെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇവിടെ പരിഗണിക്കപ്പെടും. അതുപോലെ ഫിസിക്കൽ ടെസ്റ്റ്, നമുക്ക് എക്സാം മാത്രം പോരാ, ഫിസിക്കൽ ടെസ്റ്റും കൂടി നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ യൂണിഫോംഡ് പോസ്റ്റിൽ നമുക്ക് എടുത്തു പറയുമ്പോൾ അവിടെ നമുക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പല യുവാക്കളും ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഒരു SI ആവുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആദ്യത്തെ ഹൈലൈറ്റ് സാധനം, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. പിന്നീട് വരുന്നത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേഷൻ ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫയറിലെ സ്റ്റേഷൻ ഓഫീസർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് ജയിലർ.
ഇത്രയുമാണ് നമുക്ക് യൂണിഫോം പോസ്റ്റുകളിൽ എടുത്തു പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏജ് ലിമിറ്റ് എപ്പോഴും 20-31 വയസ്സായിരിക്കും. ചിലതിൽ മാറ്റമുണ്ട് കേട്ടോ, ചിലതിൽ മാറ്റമുണ്ട്, ഞാനത് എടുത്ത് പറയാം. അപ്പോൾ സാധാരണഗതിയിൽ യൂണിഫോം തസ്തികകളുടെ പ്രായപരിധി 20-31 വയസ്സാണ്. അതിൽ തന്നെ OBC-ക്കാർക്ക് 34 വയസ്സുള്ള വിദ്യാർത്ഥികൾക്കും SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 36 വയസ്സുള്ള വിദ്യാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ SC പരീക്ഷയ്ക്ക് ഡിഗ്രി വിദ്യാർത്ഥികൾ ഇല്ല എങ്കിൽ +2 വിദ്യാർത്ഥികളെയൊക്കെ പരിഗണിക്കാറുണ്ട് കേട്ടോ. +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളെ പോലും പരിഗണിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലും കടന്നില്ല അല്ലേ. യെസ്, നമ്മൾ ആദ്യം പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന ഒരു തസ്തികയിലേക്കാണ് നമ്മൾ പോകുന്നത്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ്. അപ്പോൾ നമുക്കറിയാം കേരള പോലീസ് സർവീസിലാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്ന ഒരു ഒഴിവ് വരാറുള്ളത്. 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ സിവിൽ പോലീസിൽ SI ആയിട്ടും, അതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ ഓരോ ബറ്റാലിയനിൽ SI, ഇങ്ങനെ 2 തരത്തിലാണ് SIയുടെ പോസ്റ്റുകൾ PSC നോട്ടിഫിക്കേഷൻ വിടാറുള്ളത്. അപ്പോൾ വരുമ്പോൾ ഒന്നിച്ചാണ് വരുന്നത്. ഇനി ഇവിടെ ഏജ് ലിമിറ്റ് 20-31 ഞാൻ നേരത്തെ പറഞ്ഞു, 20-31. അതിൽ SC/ST കാൻഡിഡേറ്റ് 36 വയസ്സ് വരെയും OBC കാൻഡിഡേറ്റിന് 34 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. സാലറി സ്കെയിൽ ബേസിക് 45,600 രൂപ മുതൽ 95,600 രൂപ വരെയാണ്. സോ ലാസ്റ്റ് ഏറ്റവും അവസാനം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് 2022 ഡിസംബറിൽ വന്നു. ഇനി ഇപ്പോൾ ഡിസംബർ 31 2023 ഡിസംബറിന് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അടുത്തെത്തിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 2022 ഡിസംബറിൽ അവസാനം വന്നു. ഇപ്പോൾ 2023 ഡിസംബറിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ 31 വരാൻ പോകുന്നു. എനി ഡിഗ്രി, ഏത് ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിഗ്രി ഒന്നുമില്ല, എനി ഡിഗ്രി എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടറാണ് അടുത്ത് വരുന്നത്. അതിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി വരുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 2019 ഡിസംബറിലാണ് അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്, പിന്നീട് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഏജ് ലിമിറ്റ് 19-31 വയസ്സാണ്. 30,700, 65,400 സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. എനി ഡിഗ്രിയാണ് ഇവിടെയും യോഗ്യതയായി വരുന്നത്. പലപ്പോഴും സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാളും സാലറി കുറവാണ് എക്സൈസ് ഇൻസ്പെക്ടർക്ക് വരുന്ന ശമ്പളം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് ജയിലറിലേക്ക് പോവാണ്. അസിസ്റ്റൻറ്റ് ജയിലർ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം ജയിൽ വകുപ്പാണ്. ജയിൽ വകുപ്പിൽ അസിസ്റ്റൻറ്റ് ജയിലറായിട്ടാണ് വരുന്നത്. 30,700 മുതൽ 65,400 സാലറി സ്കെയിൽ. 18-36 വയസ്സാണ് ഇവിടെ യോഗ്യത എന്ന് പറയുന്നത്. നമ്മൾ ബാക്കിയെല്ലാം കണ്ടത് 18-31 വയസ്സ് വരെയല്ലേ കണ്ടത്. പക്ഷേ ഇവിടെ അസിസ്റ്റൻറ്റ് ജയിലറിൽ നമുക്ക് വയസ്സ് വീണ്ടും കൂടെ കൂടിയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്കാർക്ക് 36 വയസ്സ് വരെയും, OBC വിദ്യാർത്ഥികൾക്ക് 39 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ് 41 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെയും ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. എനി ഡിഗ്രി, എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ 3 പോസ്റ്റും എന്ത് ചെയ്യാം, ഏത് വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത് വരുന്നത്, ഇത് നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ 3ൻ്റെയും പോലീസ് ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് ജയിലർ ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, അതിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട ഫിസിക്കൽ ക്വാളിഫിക്കേഷനാണ് ഇത്. അതായത് ആദ്യം തന്നെ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അതിൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ മതി. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണെങ്കിൽ നോർമൽ ഒരു വിദ്യാർത്ഥിക്ക് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അത് വികസിപ്പിക്കുമ്പോൾ, അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 5 സെൻറ്റിമീറ്റർ വികസിച്ചിരിക്കണം. ഇതാണ് പൊതുവെയുള്ള കണ്ടീഷൻ. അതിൽ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ മതി. SC/ST കാൻഡിഡേറ്റ് ആണ് 150 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ 152 പൊതുവെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത പോസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ പോസ്റ്റാണ്. സ്റ്റേഷൻ ഓഫീസർ ട്രെയിനിയാണ്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു സ്റ്റേഷൻ ഓഫീസർ തസ്തിക വരുന്നത്. 2020 സെപ്റ്റംബറിലാണ് അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൻ്റെ ശമ്പള സ്കെയിൽ 30,700, 65,400. ഇവിടെയും ഏജ് ലിമിറ്റ് 20-31 വയസ്സാണ്. ഓക്കെ, 20-31 വയസ്സാണ് ഏജ് ലിമിറ്റ്. നേരത്തെ പറഞ്ഞ SC/ST കാൻഡിഡേറ്റ് 3 വർഷവും 5 വർഷത്തെ വയസ്സിലുമുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, ഡിഗ്രീസ് ഇൻ സയൻസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ആർട്സ് ഡിഗ്രി ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ സയൻസിൽ നിങ്ങൾ ബിരുദമുണ്ടോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്റ്റേഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി അടുത്തിലേക്ക് പോട്ടെ. അടുത്തത് ഇവിടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. SC/ST കാർഡാണ് 160 വേണം. വെയ്റ്റ് 50 കിലോ വേണം. അതായത് 165 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വ്യക്തിക്ക് 50 കിലോഗ്രാം വെയ്റ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 48 കിലോഗ്രാം SC/ST കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം. ഇവിടെ SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 76 മതിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് നീളം വ്യത്യാസം ഫയർ ആൻഡ് റെസ്ക്യൂവിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എടുത്ത് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് പോവുകയാണ്.
റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് 2023 സെപ്റ്റംബറിലാണ്. പൊതുവെ ഒത്തിരി നിയമനങ്ങൾ നടക്കാറില്ല, വളരെ കുറഞ്ഞ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. കിട്ടിയ ഊട്ടിയാണ്, കിടിലൻ ജോലിയാണ്. അപ്പോൾ ഇവിടെ 55,200 1,15,300 രൂപയാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രി ഇൻ ഫോറസ്റ്റ്, ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിഗ്രി ഇൻ ഫോറസ്ട്രി ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്ന് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് ഫോറസ്ട്രിയിൽ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫോറസ്ട്രിയിൽ കിട്ടിയ ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. നമ്മുടെ സുവോളജി, ഡിഗ്രി ഇൻ സുവോളജിയിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് മാത്രമല്ല, ഫോറസ്ട്രി കൂടാതെ തന്നെ നമ്മുടെ സുവോളജി, ബോട്ടണി, അതിലൊക്കെ സയൻസിൽ ബിരുദ വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇവിടെ ഹൈറ്റ് വരുന്നത് 163 പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് 150. നമ്മൾ അപ്പുറത്ത് 165 കണ്ടേ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഹൈറ്റ് 163, 150 ഫീമെയിലിന് വരുന്നത്. ഇനി ചെസ്റ്റ് 79 മതി കേട്ടോ, വികസിപ്പിക്കുമ്പോൾ 5 കൂടെ വരണം. ഇനി ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ ഒരു വാക്കിംഗ് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് എക്സാം മാത്രമല്ല, എക്സാം അത്യാവശ്യം നല്ല കട്ടി പരീക്ഷയാണ്, അതുകൂടാതെ തന്നെ നമുക്ക് അവിടെ വാക്കിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. 25 കിലോമീറ്റർ നമുക്ക് നടക്കണം. എനിക്ക് തോന്നുന്നു 16 മിനിറ്റ് കൊണ്ടാണ് തോന്നുന്നു 25 കിലോമീറ്റർ സംതിങ് നമ്മൾ നടക്കണം. അപ്പോൾ 25 കിലോമീറ്റർ വാക്കിംഗ് ടെസ്റ്റ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. അടുത്തത് നമ്മൾ മെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിനകത്ത് തന്നെയുള്ള എഫിഷ്യൻസി ടെസ്റ്റാണ്. നമുക്കറിയാം, നമുക്കിത് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ യൂണിഫോം തസ്തികകളിലെല്ലാം എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 8 ഐറ്റം ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, പുരുഷന്മാർക്കും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്. അപ്പോൾ 8 ഐറ്റം ഉണ്ട്. 8 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സാവണം. സോ അപ്പോൾ അതിൽ പുരുഷന്മാർക്കുള്ള പ്രധാനപ്പെട്ട ഐറ്റങ്ങളും അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ് ഇവിടെ പറയുന്നത്. ആദ്യം 100 മീറ്റർ ഓട്ടോ ആണ്, അതിൽ 14 സെക്കൻഡ് കൊണ്ട് ഓടി വരണം. ഹൈ ജമ്പ് ഉണ്ട്, 132.20 സെൻറ്റിമീറ്റർ ചാടണം. ലോങ് ജമ്പ് ഉണ്ട്, 457.20 സെൻറ്റിമീറ്റർ. അതുപോലെ പുട്ടിങ് ദ ഷോർട്ട് പുട്ട് ത്രോ ഉണ്ട്. അതുപോലെ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ത്രോ ഉണ്ട്. റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, പുള്ളപ്പ് ഉണ്ട്, ചിന്നപ്പോ പുള്ളപ്പോ എന്തെങ്കിലും അടിക്കാം. അവസാനം 1500 മീറ്റർ ഓട്ടം ഉണ്ട്. അപ്പോൾ ഇത്രയും 8 ഐറ്റം ഉണ്ട്. ഈ 8 ഐറ്റത്തിൽ ആദ്യം 5 ഐറ്റം പാസ്, ആദ്യമൊന്നുമില്ല, ഏതെങ്കിലും 5 ഐറ്റം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു യൂണിഫോം തസ്തിക എടുത്താലും അതിനകത്തൊക്കെ എന്തുണ്ടാവും, ഈ പറയുന്ന ഫിസിക്കൽ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്തത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതേപോലെ 8 ഐറ്റം ഉണ്ട്. 100 മീറ്റർ റണ്ണ് 17 സെക്കൻഡാണ് കേട്ടോ. ഈ പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. 100 മീറ്റർ ഇവിടെ 17 സെക്കൻഡ് വന്നു. ഹൈ ജമ്പ് 1.6 മീറ്റർ. അതുപോലെ തന്നെ ലോങ് ജമ്പ് 3.05. പുട്ടിങ് ദ ഷോർട്ട് പുട്ട് ഉണ്ട്. അതുപോലെ 200 മീറ്റർ റണ്ണ് ഓട്ടോ ഉണ്ട്. ത്രോയിങ് ദ ത്രോ ബാൾ, ഷട്ടിൽ റേസ് ഉണ്ട്. അതുപോലെ സ്കിപ്പിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത്. യെസ്, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് സബ്ജക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഓൾറെഡി കോമൺ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂണിഫോം തസ്തികകൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് സബ്ജക്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ചില സബ്ജക്റ്റ് ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളതിനെ തരംതിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് ഫിഷറീസ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി, അതുപോലെ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, പോസ്റ്റ് ഇൻ ഡിഗ്രി ഇൻ ലോ. നിയമത്തിൽ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഫീൽഡ് ഓഫീസറിലേക്കാണ്. അപ്പോൾ ഇത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ് ഈ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക വരുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാന നോട്ടിഫിക്കേഷൻ വന്നത് 2022 ഓഗസ്റ്റിലാണ്. ശമ്പളം 6,680, 10,790 ആണ്. ദെൻ ഇവിടെ സാലറി, നമ്മുടെ ഏജ് 18-36 വയസ്സാണ് ഏജ് ലിമിറ്റ്. അവിടെ തന്നെ ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം, ചെസ്റ്റ് 81 ഉണ്ടായിരിക്കണം. ഇവിടെ ഡിഗ്രി ഇൻ സയൻസ് ആണ്, അതായത് സയൻസിൽ ഡിഗ്രിയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. വേറെ ആർക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സയൻസിൽ ഡിഗ്രിയുള്ള വിദ്യാർത്ഥിയാണ്, ഇത് എനി സയൻസ്, ഏത് സയൻസ് ആയിക്കോട്ടെ, സയൻസിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് ഫിഷറീസ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റാണ്. ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇത് ഡിഗ്രി ഇൻ സുവോളജി. നിങ്ങൾക്ക് സുവോളജിയിൽ നിങ്ങൾക്ക് ബിരുദം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ബയോളജിയിൽ സുവോളജിയിലോ നിങ്ങൾക്ക് ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവർക്ക് മാത്രമായിട്ടുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് നോക്കിയിരിക്കുക. ഇനി അടുത്തത് നെയിം ഓഫ് പോസ്റ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ ആണ്. ഈ അടുത്ത് നോട്ടിഫിക്കേഷൻ വന്നതാണ്. 2022 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഡയറി ഫാം ഇൻസ്ട്രക്ടർ കേരള ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്കാണ്, നമ്മുടെ ക്ഷീരവികസന വകുപ്പിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ 35,600, 75,400 ആണ് ശമ്പള സ്കെയിൽ. ഗ്രാജുവേഷൻ വിത്ത് മാത്തമാറ്റിക്സ് ഓർ ബയോളജി ആണ്. ഒന്നെങ്കിൽ
മാത്തമാറ്റിക്സിലോ ബയോളജിയിലോ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ ബയോളജി അല്ലെങ്കിൽ സുവോളജിയിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നെയിം ഓഫ് പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. ലീഗൽ മെട്രോളജിയിലേക്കാണ് ഈ ഒരു ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത്. 43,400 91,200 എന്ന നല്ലൊരു ശമ്പള സ്കെയിൽ വരുന്ന തസ്തികയാണ് ഈ ഒരു ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2022 നവംബറിൽ വരുന്നു. 18-36 പ്രായപരിധി. ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ഓർ ബിടെക്. അതായത് നിങ്ങൾക്ക് സയൻസിൽ ബിരുദമോ അല്ല എങ്കിൽ, സയൻസ് എന്ന് പറയുമ്പോൾ വിത്ത് ഫിസിക്സ് ആണ്, അതായത് ഫിസിക്സ് ഉൾപ്പെടുന്ന സയൻസിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിടെക്, ഈ രണ്ട് യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, രണ്ടിൽ ഏതെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എല്ലാ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഒന്നെങ്കിൽ ബിടെക് ഉണ്ടായിരിക്കണം, അല്ല എങ്കിൽ ഈ പറയുന്ന ഫിസിക്സ് സയൻസ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വേറെ ആരുടെ പറയുന്നുണ്ട്, മസ്റ്റ് ബി ഏബിൾ ടു സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ് മലയാളം എന്ന് പറയുന്നുണ്ട്. മലയാളത്തിൽ എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ എന്തുകൊണ്ടാകണം, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും പറയാനും അതെല്ലാം കഴിവുണ്ടെങ്കിൽ സ്പീക്ക്, റീഡ്, റൈറ്റ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏബിൾ ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻസ്പെക്ടർ പോസ്റ്റിൽ വരുന്നത്. അടുത്ത് ഇനി നമുക്ക് നിയമബിരുദമുണ്ട്. അപ്പോൾ നിയമബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഡിഗ്രി ഇൻ ലോ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജസ്റ്റ് നിയമത്തിൽ ബിരുദം മാത്രം പോരാ, എൻറോൾ ആസ് ആൻ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോളും കൂടി ചെയ്തിരിക്കണം. അപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്ത ലോ ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളിലൊന്ന് ലീഗൽ അസിസ്റ്റൻ്റ് ആണ്, 2 അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർ, 3 അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2, അതുപോലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. ഈ തസ്തികകളിലേക്കൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ലോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് KW 3ലേക്കും വരും കേട്ടോ. ലോ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കൊക്കെ തന്നെ ലീഗൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരാറുണ്ട്. ഗ്രേഡ് 2 ആണ്. 2020 ഡിസംബറിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഏജ് ലിമിറ്റ് 18-37 ആണ്, 36 അല്ല 37 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. അതിൽ തന്നെ OBC-കാർക്ക് 40 വരെയും, SC കാൻഡിഡേറ്റ് 42 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഇത്രയാണ്. ലോയിലുള്ള ഡിഗ്രി, അതുപോലെ എൻറോൾ ആസ് ആൻ അഡ്വക്കേറ്റ് എന്നുള്ളതാണ്. ഇനി അടുത്തത് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 2. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ലേബർ വകുപ്പാണ്. അവിടെ 2018 സെപ്റ്റംബറിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 30,700 65,400 ആണ് സാലറി സ്കെയിൽ. ഇത് പഴയ സാലറി സ്കെയിലാണ്, ഇതൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത് 23-36 ആണ് ഇവിടെ പ്രായപരിധി കേട്ടോ. 18 അല്ല 23-36 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് മസ്റ്റ് പോസ്റ്റ് ഡിഗ്രി BA, BSc, BO, BCom ഓർ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ബാച്ചലർ ഡിഗ്രി ഇൻ ഇൻഡസ്ട്രിയൽ ലോ ഓഫേർഡ് ബൈ ദ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തുണ്ടായിരിക്കണം, നിയമത്തിൽ ബിരുദം ഉണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെയും വരുന്ന കാര്യം. ഇനി അടുത്തത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് വരുന്നത് കേരള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സർവീസിലേക്കാണ് ഈ ഒരു നിയമനം വരുന്നത്. 40,500 87,000 രൂപയാണ്. പഴയ ശമ്പള സ്കെയിലാണ്, ഇതും പുതുതാക്കിയിട്ടുണ്ട്. 18-36 വയസ്സാണ് പ്രായപരിധി. ഇവിടെയും മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ഇൻ ലോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലല്ലോ എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കണമെന്ന്, ആ ഒരു കാര്യം. അടുത്ത സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ് അടുത്ത് വരുന്നത്. ഈ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ലോയിൽ ബിരുദമുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾ CA കാരാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ആർക്കും പ്രശ്നമില്ല. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറയാം. അപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, സർവീസ് ടാക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നമുക്കറിയാം GST ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 39,500 83,000 ആണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. 18-36 ആണ് ഏജ് ലിമിറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ഡിഗ്രി ഇൻ ലോ ഓർ എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്. ഇത്രയും 4 യോഗ്യതയിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഒന്നെങ്കിൽ ഡിഗ്രി ഇൻ ലോ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങളിനി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. MCom ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് ഫിഷറീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലേ? യെസ്, ഇനി മാറിപ്പോയതാണ്.
നമ്മൾ അടുത്ത് വരുന്നത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ KS-ലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ KS-ൽ നമ്മളറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. 2019 അവസാനമായിട്ട് KS വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നിരവധി വിദ്യാർത്ഥികൾക്ക് 2017 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു, നന്നായിട്ട് പഠിച്ചു. കുറേയധികം വിദ്യാർത്ഥികൾ ഇന്ന് KS-കാരാണ്. അപ്പോൾ നമുക്കറിയാം സിവിൽ സർവീസിനോട് ആ ഒരു സാലറി സ്കെയിൽ പോലും അത്രയും അടുത്ത് വരുന്ന ആ ഒരു നല്ല പോസ്റ്റാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ ഈ KS എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി എന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 സ്ട്രീമുണ്ട്. സ്ട്രീം 1 ഉണ്ട്, സ്ട്രീം 2 ഉണ്ട്, സ്ട്രീം 3 ഉണ്ട്. അപ്പോൾ ഈ സ്ട്രീം 1 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ സർക്കാർ സർവീസിലില്ലാത്ത പുറമുള്ള വിദ്യാർത്ഥി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് സ്ട്രീം 1 എന്ന് പറയുന്നത്. സ്ട്രീം 2 എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസിലുള്ള ആളുകൾക്ക്, അതായത് ഗസറ്റഡ് അല്ലാത്ത സർവീസിലുള്ള ആളുകൾക്ക്, പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് സ്ട്രീം 2 എന്ന് പറയുന്നത്. സ്ട്രീം 3 എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറയാം ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ കാറ്റഗറിയാണ് സ്ട്രീം 3 എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രീം 1, 2, 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു സ്ട്രീം 1 സാധാരണ നോർമൽ നമ്മളെപ്പോലെയൊക്കെയുള്ള വിദ്യാർത്ഥി, നമുക്ക് സർക്കാർ ജോലിയിൽ ഇല്ലാത്ത നിലവിലുള്ള അല്ലാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കാണ് സ്ട്രീം 1 കേട്ടോ. യെസ്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ 3 സ്കെയിൽ ഓഫ് ഇവിടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ആസ് പെർ KS നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ് കേട്ടോ. ഇനി അടുത്തത് സ്ട്രീം 1-ന്റെ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 21-32 വയസ്സാണ്. 36 വയസ്സ് വരെ ഇല്ല. ഏജ് ലിമിറ്റ് നോക്കിയേ സ്ട്രീം 1-ൽ 21-32 വയസ്സാണ്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 35 വയസ്സ് വരെ, SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 37 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് സ്ട്രീം 2-ലാണെങ്കിൽ 21-40 വയസ്സാണ് കേട്ടോ. സർക്കാർ സർവീസിലുള്ള പ്രൊബേഷൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 21-40 ഏജ് ലിമിറ്റ് പറയുന്നത്. ഈ സ്ട്രീം 3 എന്ന് പറയുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരാണ്. 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് 50 വയസ്സ് വരെ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് അവിടെ വരുന്നത്. പിന്നീട് നമുക്കറിയാം ഇവിടെ പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതിലൂടെയാണ് നമ്മൾ KS എന്ന് പറയുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ ആണെങ്കിൽ കൂട്ടുകാരെ, അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം കുറേ പോസ്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി. ചിലപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചിലത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാൻ കഴിയുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ വിട്ടുപോയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായി മാറട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ന്യൂസുകൾ, അപ്ഡേഷനുകൾ, അതേപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളും കണ്ടന്റുകളും ഒക്കെ തന്നെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.